ഓണം സദ്യ റെസിപ്പി സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ഇത്. പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്കത് ഒന്ന് കണ്ടു നോക്കണേ. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് സദ്യയിലെ മെയിൻ ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. ഇതിൽ മെയിൻ എന്ന് പറയുന്നത് ഈ തേങ്ങ വറുത്തരയ്ക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഈ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉലുവ, കുരുമുളക്, ജീരകം ഇതെല്ലാം ഇട്ടിട്ട് ഇതെല്ലാം ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേരിന് മതിയായി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പരിപ്പിനെ കുറച്ച് വേവിച്ചെടുക്കാനുണ്ട്. പരിപ്പൊന്ന് പാതി വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മത്തങ്ങ, ക്യാരറ്റ്, വഴുതനങ്ങ, കൊത്തവരയ്ക്കൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിനി ഇതിലേക്ക് മുരിങ്ങക്കായ, ചേമ്പ് എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റുമേ. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി ഈ പച്ചക്കറികളൊക്കെ ഒന്ന് പാതി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളിയും എണ്ണയിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഇതെല്ലാം സെറ്റായി വരുന്ന സമയത്ത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിൽ സാമ്പാർ വേണോ, ലൂസിൽ സാമ്പാർ വേണോ എന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇനി ലാസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്തിട്ട് അതും കൂടെ ഒഴിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ കടയിൽ നിന്ന് ഓൾറെഡി വറുത്ത സേമിയാണ് വാങ്ങിച്ചത്, എന്നാൽ കൂടെ ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് ഇത്തിരി കൂടെ നെയ്യ് ഇട്ടിട്ട് ചവ്വരിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചവ്വരിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്നും പാതി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയിലിടയിൽ. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇടയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ പായസത്തിൻ്റെ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഞാൻ കുറച്ച് നല്ല തിക്കിൽ തന്നെയാണ് കേട്ടോ ഇന്ന് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുത്തിട്ട് അതും കൂടി ഇട്ടെന്ന് വെച്ചാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് ഇഷ്ടമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇഷ്ടം എന്ന് പറയുന്നത്. ഇത് സദ്യയിൽ മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും പോകുന്നൊരു കറിയാണ് കേട്ടോ. അതായത് ചപ്പാത്തിൻ്റെ കൂടെ, ആപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു മുക്കാൽ വേവാവുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇതിനൊന്ന് നന്നായി വെന്ത് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ലാസ്റ്റ് ഈ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം ഇവിടെ റെഡി ആയിട്ടോ. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ. എന്താ ഈ ഇഞ്ചിപ്പുളി ഇങ്ങനെ ഇരിക്കുന്നത്, കറുത്ത കളറിലല്ലേ ഇരിക്കുകയെന്നായിരിക്കില്ലേ വിചാരിക്കുന്നത്. ഞാനും ഫസ്റ്റ് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നിൻ്റെ പുളി അധികം പഴക്കമില്ലാത്ത പുളി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല കറുത്ത പുളി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും കടലപ്പരിപ്പും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് വാട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് ഈ പുളിവെള്ളവും കൂടെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ശകലം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടോ. ഉണ്ടാക്കി നോക്കണേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിനായിട്ട് ക്യാബേജിന് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഇനി നമുക്ക് സവാള, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും ഇട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും
അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് നിറയെ തേങ്ങ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡിയായേ. എല്ലാവർക്കും ഉപ്പേരി ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഒരു സീരീസ് ആകുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ബാക്കി റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.